അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു അടിപൊളി അയില നിറച്ചതാണ്. ഇതിനായിട്ട് ഞാൻ അയില കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ വയറ് ക്ലീൻ ചെയ്യൂലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഒരു പൗച്ച് റെഡിയാക്കി കൊടുക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഒരു കത്തി എടുത്തിട്ട് അതൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. ഇതിന് നമുക്ക് കുറച്ച് മസാല ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് സവാള, തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മസാല എത്ര വേണോ അതിനനുസരിച്ച് എടുക്കുക. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. പിന്നെ കുറച്ച് അണ്ടി കിസ്മിസ് വേണം. ഇത് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില, പിന്നെ നമുക്ക് കുറച്ച് പൊടികളുടെ ആവശ്യമുണ്ട്. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ വലിയ വട്ടമുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. മീനിൻ്റെ അളവിനനുസരിച്ച് വലിയ പാത്രം എടുക്കുക. എന്നിട്ട് ഇത് ചൂടായി വന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് സവാള ഇട്ടു. വേഗം വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ നിങ്ങൾ എന്ത് എടുക്കുകയാണെങ്കിലും മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര മസാല വേണോ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റങ്ങൾ വരുത്തുക. പിന്നെ ഞാനിത് വഴണ്ട് വന്ന സമയത്ത് കുറച്ച് തക്കാളി ഇട്ടു. തക്കാളി ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ പുളി ചേർക്കുന്നതല്ലേ, അത് നോക്കിയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ച് തക്കാളി, പുളി എല്ലാം ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അതിനായിട്ട് 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് നമുക്ക് നേരെ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി, തക്കാളി ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, മല്ലിയില അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഉള്ളി, തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടുന്നത്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുത്തതാണിത്. ഇനി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ പുളിവെള്ളത്തിലേക്ക് ഞാൻ അല്പം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചത് കട്ടായിപ്പോയി, അത് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതാണിത്. ഇതിൽ ഒരു 2 ടേബിൾ സ്പൂണ് ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ അല്പം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇത് മീനിൽ ഡയറക്റ്റ് നിറച്ചിട്ട്, നമ്മൾ ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല മീൻ, അത് ഡയറക്റ്റ് ആ മസാലയിലേക്ക് ഇട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഞാനിതാ ആ മീനിൻ്റെ ആ തുറന്ന ഭാഗം ചെയ്ത് ആ പൗച്ചിലേക്ക് ഞാൻ നമ്മുടെ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ വയറ് ക്ലീൻ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഫ്ലഷ് ഉണ്ടല്ലോ, ആ ഫ്രണ്ടിലെ ഫ്ലഷ് അതിൻ്റെ താഴെ ഭാഗത്ത് കൂടെ കത്തി ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ കട്ടിയുള്ള ഭാഗം, മുള്ള് ഉള്ള ഭാഗം ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മൾ മീൻ ഫ്രൈ ചെയ്യൂലേ, ആ സമയത്ത് നമ്മൾ വരഞ്ഞു കൊടുക്കാറില്ലേ, അതേപോലെ ഒന്ന് താഴ്ഭാഗത്ത് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നാലേ മസാല ഒക്കെ നല്ലോണം പിടിക്കുകയുള്ളൂ. എന്നിട്ട് മസാല നിറച്ചിട്ട് നമുക്കിത് ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതാ ഇതുപോലെ ഒരു ഭാഗം നമ്മൾ പൗച്ച് റെഡിയാക്കി അതിലേക്ക് മസാല നിറച്ചു കൊടുക്കും. മീനിൻ്റെ കട്ടിയുള്ള ഭാഗത്ത് ഒന്ന് വരഞ്ഞു കൊടുത്തു. ഇതിലേക്ക് ഞാൻ നമ്മുടെ മീനിൻ്റെ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ മിക്സ് ഇപ്പം ഓണിലാണ് കേട്ടോ, നേരത്തെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പം ഓണിലാണ്. ഇനി ഇതിലേക്ക് ഞാൻ അണ്ടി കിസ്മിസ് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല. അണ്ടി കിസ്മിസ് ഇതിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യുക, അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ നമ്മുടെ ബാക്കിയുള്ള പുളിവെള്ളം, മഞ്ഞൾ, വെളിച്ചെണ്ണ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ചെയ്ത കോര ബിരിയാണി ഇല്ലേ, ഇത് അതിനേക്കാളും ടേസ്റ്റാണ്. പിന്നെ കോര ബിരിയാണിക്ക് നല്ല റിവ്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും കോര ബിരിയാണിയും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള ഭാഗം ഞാൻ ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫ്ലഷ് നമ്മൾ കട്ട് ചെയ്ത ഭാഗം നിങ്ങൾ വരഞ്ഞു കൊടുക്കരുത്, അത് ഉടഞ്ഞു പോവും, അതുകൊണ്ടാണ്. ഇനി കുറച്ച് കറിവേപ്പില, മല്ലിയില അത് ഞാൻ മീൻ ഇടുന്ന മുന്നേ ആയിട്ട് നമ്മുടെ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മസാല ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇതിന് മുകളിലാണ് നമ്മൾ മീൻ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചിക്കന് എല്ലാം ഇങ്ങനെ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പം മീൻ വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഞാനിപ്പം പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് മീൻ
ഇത് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റാണ്, കാരണം ആ മീനിൻ്റെ എല്ലാ ഫ്ലേവറും ഈ മസാലയിലേക്കും എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ മീനിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക, ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുക, എല്ലാ ഭാഗവും കുക്കായി വരുന്ന തരത്തിൽ. എന്നിട്ട് ഈ മീൻ കുക്കാവാനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീനിനേക്കാളും കുറച്ചൊന്നിങ്ങനെ പൊങ്ങി നിൽക്കണം, ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗ്രേവി ടൈപ്പാണ്, അതായത് കറി പോലെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില, മല്ലിയില, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അതുകൂടെ ചേർത്തിട്ട് ഇത് ഞാൻ അടച്ച് വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യാൻ പോവാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, വെള്ളമെല്ലാം പാകല്ലേ എന്ന് നോക്കുക. പിന്നെ മീൻ ഇടുന്ന മുന്നേ ആയിട്ട് നിങ്ങൾ ഉപ്പ് പുളിയെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക, ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. വെള്ളം അല്പം കൂടിപ്പോയാലും പ്രശ്നമില്ല, വെള്ളം തീരെ കുറയരുത്, കാരണം ഇത് കുക്കായി വരണം. നമ്മളിത് മീനിനെ തിരിച്ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല, ഈ വെള്ളത്തിൽ കിടന്ന് അത് കുക്കായി വന്ന് അങ്ങനെ തന്നെ നമ്മൾ സെർവ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലാതെ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയാലും അത് നമുക്ക് വറ്റിച്ചെടുക്കാം. വെള്ളം കുറഞ്ഞു പോകാതെ സൂക്ഷിക്കുക, അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വെള്ളം ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ നമ്മുടെ ഈ പാത്രം ഒന്ന് ചിരിച്ചു കൊടുക്കുകയാണ്, എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇനി നിങ്ങൾക്ക് ഇത് എയിമില്ല എന്നുണ്ടെങ്കിൽ 1 സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ആ വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കുക, അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. ഇവിടെ ഇപ്പോൾ അതാ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, ഇതിൽ കുറച്ച് വെള്ളം കൂടിയുണ്ട്. അത് നമ്മൾ കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് വെച്ചാൽ വീണ്ടും അത് വറ്റി വന്നോളും. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. ഇനി ഇത് കുറച്ച് സമയം തണുക്കാനായിട്ട് വെക്കാം. നമ്മളിത് വെക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. ചൂടോടുക്കുക നിങ്ങളിത് സെർവ് ചെയ്യരുത്. കുറച്ച് സമയം ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാനുള്ളൊരു ടൈമൊക്കെ കൊടുക്കുക, എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെക്കുക. ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ പോകുന്നൊരു ഐറ്റമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കോര ബിരിയാണി എൻ്റെ എല്ലാ റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇത് എല്ലാ ഭാഗവും കുക്കായി വന്നിട്ടുണ്ട്, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് ആ കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടുക. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ടേക്ക് കെയർ. താങ്ക് യു. അസ്സലാമു അലൈക്കും.